നിങ്ങൾ ജീവിതത്തിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാതിരുന്നാൽ നമ്മുടെ ലൈഫ് സ്മൂത്തായി പോകുന്ന 5 കാര്യങ്ങൾ. ഫ്രണ്ട്സ്, ഇത് മനസ്സിലാക്കുകയും ഇത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം നിങ്ങൾ. ഒന്നാമത്തെ കാര്യം ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ ഇൻകം, നിങ്ങളുടെ എക്സ്പെൻസ് ഇത്രയാണ്, നിങ്ങൾക്ക് ഇത്ര കടമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സേവിങ്സ് ഇത്രയാണ്, എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഇത്രയാണ്. ഇത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാതിരിക്കുക. അതൊരു അനാവശ്യ സ്ട്രെസ്സിനും ജഡ്ജ്മെന്റിനൊക്കെ കാരണമായി മാറും. രണ്ടാമത്തെ കാര്യം പേഴ്സണൽ സ്ട്രഗിൾസ് ആണ്. ഒരു മനുഷ്യനായ ജീവിതത്തിൽ ധാരാളം പ്രോബ്ലംസ് ഉണ്ടാകും. അതിനെപ്പറ്റി എല്ലാവരോടും പറഞ്ഞു നടന്ന് ഒരു സിമ്പതി വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കരുത്. അത് നിങ്ങളെ കൂടുതൽ വീക്കാക്കും എന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം റിലേഷൻഷിപ്പ് ഇഷ്യൂസിനെ കുറിച്ചാണ്. ഒരു റിലേഷൻഷിപ്പും പെർഫെക്റ്റ് അല്ല, ഒരു പാർട്ട്ണറും പെർഫെക്റ്റ് അല്ല. എല്ലാ റിലേഷൻഷിപ്പിലും കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരും. പക്ഷേ അത് പാർട്ട്നേഴ്സ് തമ്മിൽ തീർക്കണം. പുറത്തുള്ളവരുടെ അഡ്വൈസ് എടുക്കരുത്. അത് പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുമെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. നാലാമത്തെ കാര്യം ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഗോൾസ്. നിങ്ങളെ ഫ്യൂച്ചറിൽ പ്ലാൻസ്, ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അത് എല്ലാവരോടും പറഞ്ഞു നടക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രക്ഷപ്പെടുന്നത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഒരുപാട് ക്രിട്ടിസൈസ് ഉണ്ടാകും. അത് ഒഴിവാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഗോൾസ് മനസ്സിൽ വെച്ച് നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകും. ആ റിസൾട്ട് ഉണ്ടാകില്ല, അപ്പോൾ അവരത് മനസ്സിലാക്കിക്കൊള്ളും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. അഞ്ചാമത്തെ കാര്യം ഫാമിലി പ്രോബ്ലംസ് ആണ്. ഓരോ ഫാമിലിയും ഡിഫറെൻ്റ് ആണ്, അവരുടെ സാഹചര്യവും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന പ്രോബ്ലംസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെ പ്രോബ്ലംസ് ഒരിക്കലും മറ്റുള്ളവരോട് പറയാതിരിക്കുക. എന്തിനാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഫാമിലിയുടെ ആ ഒരു പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ ഗോസിപ്പിനുള്ള ടോപ്പിക്കായി മാറും. നോ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. സോ ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി മുന്നോട്ട് പോവുക. സ്റ്റേ ഹെൽത്തി എവറി ഡേ. താങ്ക് യു.